നമസ്കാരം. അപ്പോൾ ഇപ്പോഴും മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് വമ്പൻ തിരക്കാണ് തിയേറ്ററിൽ. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം തിയേറ്റർ ഇളക്കി മറിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മാർക്കോ 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 എവിടെ നോക്കിയാലും മാർക്കോ. സത്യം പറഞ്ഞ പ്രേക്ഷകർക്ക് ഇതൊരു ഇടിമിന്നൽ ചിത്രമാണ്. തീർച്ചയായിട്ടും തിയേറ്റർ ഇളക്കി മറിക്കുന്ന, തരംഗം സൃഷ്ടിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം. ശരിക്കും ഫുൾ വയലൻസ് ഫുള്ളി വയലൻസ് ചിത്രമാണ്. ഈ ഒരു ചിത്രത്തെ എല്ലാ പ്രേക്ഷകരും രണ്ട് കൈ കൊണ്ടും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഒട്ടും തന്നെ ഡിഗ്രേഡ് അടിക്കുന്ന അമ്മാവന്മാർക്ക് തൊട്ടാൻ പോലും സാധിക്കാത്ത ഒരു തലത്തിലാണ് ഈ ഒരു ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്കോ. സത്യം പറഞ്ഞാൽ 18 വയസ്സ് തികയാത്ത കുട്ടികൾ പോലും ഈ ഒരു ചിത്രം കാണുന്നതിന് വേണ്ടി ഈ ഒരു തിയേറ്ററിൽ വന്ന് സങ്കടം പറഞ്ഞു പോയ ഓരോ നിമിഷങ്ങളുണ്ടായിട്ട്. തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ സാധിക്കില്ല. അതിനെക്കുറിച്ച് കാണാനുള്ള ഒരു ആഗ്രഹമുണ്ടോ? ഭയങ്കര ആഗ്രഹമുണ്ട്, സങ്കടമാണ് ചേട്ടാ. ഓൺലൈനിലൊക്കെ കണ്ടിട്ട് എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടാ. സെറ്റ് പടം കാണണമെന്നുള്ള ആഗ്രഹം കാരണം വീട്ടിൽ ഇരിക്കാൻ പോലും പറ്റണ അത്രയ്ക്ക് സാധിക്കും. പക്ഷെ അവര് സമ്മതിക്കുമെന്ന് അത് നമുക്ക് പറയാൻ പറ്റൂല. ചെറിയ പേടി, ഒരു കില്ലർ വയലൻസ് അല്ലേ, അപ്പൊ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ഈ ഓൺലൈൻ വഴി ഒത്തിരി കാര്യങ്ങൾ കണ്ടതിനാൽ കാണാനുള്ള താല്പര്യം കൂടി വരികയാണ്. അതെ, ഉറപ്പായിട്ടും പക്ക വയലൻസ് ചിത്രമായിട്ടും പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഏറ്റിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ണിമുകുന്ദനൊരു അസാധ്യമായ അഭിനയ മികവാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിൽ ഈ ഒരു ചിത്രം ഫുൾ വയലൻസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വയലൻസ് ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു മൂല്യത. സത്യത്തിൽ ഒരു സിനിമ റിലീസിങ്ങിന് ശേഷം ഒത്തിരി ഡിഗ്രേഡ് അടിക്കുന്ന ആളുകൾ വന്ന് ആക്രമിക്കുമെങ്കിലും ഈ ഒരു ചിത്രത്തെ ആക്രമിക്കാനുള്ള യാതൊരു സാധ്യതയും ഇതുവരെയും ഓൺലൈനിൽ കാണാൻ സാധിച്ചില്ലെന്നുള്ളതാണ് ഒരു 100 വോൾട്ടേജിൽ പറയാനുള്ളത്. ഈ ഒരു ചിത്രം വയലൻസ് ആയതുകൊണ്ട് തന്നെയും വീണ്ടും പ്രേക്ഷകർ കാണാൻ എത്തുന്നത് കണ്ടറിഞ്ഞൊരു കാര്യം തന്നെയാണ്. ഓരോരുത്തരും തലറിങ്ങി വീഴുന്നു, ഛർദ്ദിക്കുന്നതും, എന്നാലും വീണ്ടും ആ ഒരു ചിത്രത്തിന്റെ ഒരു എനർജി തീർച്ചയായിട്ടും ഓരോ തിയേറ്ററുകളിലും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രം. ഇത് ഉണ്ണിമുകുന്ദൻ ഒരു കംബാക്ക് ആണ് എന്ന് പറയേണ്ട യാതൊരു കാര്യം. ഉണ്ണിമുകുന്ദൻ ചിത്രങ്ങൾ ഇതിനു മുൻപും പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ഈ ഒരു ചിത്രം വളരെയധികം വ്യത്യസ്തതകൾ നിറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഒരു ഡിഗ്രേഡ് അടിക്കുന്ന അമ്മാവന്മാർക്ക് പോലും കൈകടത്തിലൂടെ നടത്താൻ സാധിക്കാത്തത്. ഈ ഒരു ചിത്രത്തിന്റെ സ്വീകാര്യത, അതായത് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു തലം വേറെ തലം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ, ഓൺലൈൻ മീഡിയാസിൽ തീർച്ചയായിട്ടും KGF യാഷ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ. ഈ ഒരു ആക്ടിങ്, അഭിനയം കണ്ടതിന് ശേഷം ഉണ്ണിമുകുന്ദന് വലിയൊരു പൊൻതൂവൽ കൂടിയാണ്. അപ്പോൾ ഡിഗ്രേഡ് അടിക്കുന്നതിന് വേണ്ടി രണ്ടൊന്നും ഉണ്ണാക്കന്മാരും മീഡിയകൾ കിടന്ന് കലക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണാക്കന്മാരെ ഈ ഒരു ചിത്രം കണ്ടതിന് ശേഷം നീക്കുന്ന ഡിഗ്രേഡ് അടിക്കും. ഈ ഒരു ചിത്രം എല്ലാ പ്രേക്ഷകരും ഒരേപോലെ സ്വീകരിച്ച ചിത്രമാണ്, അതാദ്യം മനസ്സിലാക്കണം. അല്ലാതെ മീഡിയകൾ വഴി വായത്തൊന്നും പറയാമെന്നും നല്ല ചിത്രങ്ങളെ മോശവത്തായ രീതിയിൽ ചിത്രീകരിക്കാമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഉണ്ണിമുകുന്ദൻ ഈ ഒരു ചിത്രം വേറെ ലെവലാണ്.